കടയിൽ കിട്ടുന്ന അതേ രീതിയിൽ നല്ല സോഫ്റ്റി ആയിട്ടുള്ള പൊറോട്ട 1 മിനിറ്റിൽ തന്നെ തയ്യാറാക്കാൻ നല്ലൊരു വലിപ്പമുള്ള ഒരു ബേസൺ എടുക്കണം. അതിലേക്ക് 1.5 കപ്പ് നമുക്ക് മൈദാമാവ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ 1.5 കപ്പ് മൈദാമാവ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് വേണം ആവശ്യത്തിനനുസരിച്ച്, പിന്നെ ഒരു നുള്ള് നമ്മുടെ സോഡാപ്പൊടി വേണം, പിന്നെ പഞ്ചസാര 1/2 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ 1 മിനിറ്റോളം ഒന്ന് മിക്സ് ആക്കി എടുക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ മിക്സ് ആക്കി നല്ല പോലെ എടുക്കുകയാണ്. നമ്മൾ ഈ ഒരു കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ആക്കുന്നതിനനുസരിച്ച് നല്ല പോലെ നമ്മുടെ പൊറോട്ടയുടെ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നതാണ്. പൊടികളൊക്കെ നല്ല പോലെ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ആക്കുന്നതിന് നമുക്ക് പാല് യൂസ് ചെയ്യാം. അതായത് പച്ചപ്പാല്, ഫ്രിഡ്ജിൽ വെക്കാത്ത പുറത്ത് വെച്ചിരിക്കുന്ന പാല് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ നമുക്കിത് മിക്സ് ആക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല പോലെ ഞാൻ അങ്ങോട്ട് മിക്സ് ആക്കുകയാണ്. നമ്മളിത് കുറേ നേരം മിക്സ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യവും എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ തടകി വെച്ചാൽ മതി. അങ്ങനെ അത് ഒരു മിനിറ്റ് വെക്കണം. വെച്ചതിന് ശേഷം തവയൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ബോളായിട്ട് എടുത്തിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്നതിൻ്റെ കൂട്ട് പരത്തി എടുക്കണം. ഞാൻ ചപ്പാത്തി പരത്തുന്നത് കൂട്ട് എണ്ണ ചേർത്തിട്ടാണ് ഇത് പരത്തി എടുക്കുന്നത്. ഇതുണ്ടോ, ചപ്പാത്തി പരത്തുന്നതിൻ്റെ കൂട്ട് പരത്തി എടുത്തതിന് ശേഷം ഇനി ഇത് നമ്മൾ ഒരു പിച്ചാത്തി വെച്ചിട്ട് കീറി എടുക്കേണ്ടതാണ്. അങ്ങ് പെട്ടെന്ന് വലിച്ചെടുക്കരുത് കേട്ടോ. നമ്മൾ മൈദമാവ് ആയതുകൊണ്ട് കുറച്ച് സമയമെടുത്ത് വേണം ഇത് ചെയ്യാൻ. അതിനുശേഷം നമ്മളിതാ കീറി എടുക്കണം. കീറി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു വിട്ട് കിട്ടുമല്ലോ. നമ്മൾ പൊറോട്ട ഇങ്ങനെ അടിച്ച് കഴിയുമ്പോൾ നല്ല ലെയറായിട്ട് കിട്ടണ്ടേ, അതിന് വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ കീറി കൊടുക്കുന്നത്. അധികം സമയം ചിലവില്ല. പിന്നെ നമുക്ക് കൈ ഇങ്ങനെ കൂടുതലും അടിക്കേണ്ട ഒരാവശ്യമില്ല. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്. അതിനുശേഷം കുറച്ച് ഇങ്ങനെ ആക്കി സൈഡിൽ നിന്ന് നമ്മൾ ആക്കി എടുക്കേണ്ടതാണ്. ഇനി ഇത് നമ്മൾ കയ്യെ വെച്ചിട്ട് റൗണ്ട് ആക്കി എടുത്തതിന് ശേഷം കയ്യിൽ എണ്ണ തേച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് പരത്തിയെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തുന്നതിൻ്റെ കൂട്ട് പരത്തി എടുത്തതിന് ശേഷം തവ ചൂടായിരിക്കുന്ന തവയിലേക്ക് ഇട്ട് നമ്മൾ തിരിച്ചും മറിച്ചും കുറച്ച് എണ്ണ, അധികം എണ്ണയൊന്നും വേണ്ട, അതായി കണ്ടോ, ഇത്രയും എണ്ണ തേച്ചിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് ഇത് നല്ലപോലെ വേവിച്ച് എടുക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ ആ ഒരു 1.5 കപ്പ് മൈദാമാവിൽ ഞാൻ ഉണ്ടാക്കിയ പൊറോട്ട എന്ന് പറയുന്നത് 10 പൊറോട്ടയോളം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ, കടയിൽ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ടോ, നല്ല സോഫ്റ്റിയാണ്. നിങ്ങളിതാ ഇതേപോലെ നമ്മളെല്ലാം കൂടി കുക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇളം ചൂടോടുകൂടി അടിച്ചടിച്ച് എടുക്കേണ്ടതാണ്. കണ്ടല്ലോ, എന്തായാലും നിങ്ങൾ ഇതുപോലൊന്ന് പൊറോട്ട ഉണ്ടാക്കി നോക്കണേ, സംഭവം കിടുവാണ്.